എനിക്ക് ഇത്രയും ദൂരം അനുഭവങ്ങളൊക്കെ വന്നു, ഞാനിങ്ങനെ അനുഭവിച്ചു ഇരിക്കുന്നു. പക്ഷെ ആ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കും അത് പ്രവർത്തിച്ചു എന്നാണ്. ഹൈക്കോടതി പെർമിഷനൊക്കെ കിട്ടി പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, അതിന് ലൈസൻസ് ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ലൈസൻസ് ഇല്ല, എന്നിട്ടും അത് പ്രവർത്തിച്ചു. അപ്പം ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല, എന്തും അവർക്കാവാം. അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും ഒരു പേടി വരില്ല, ഇങ്ങനത്തെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നതാണ്, ഇത് തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പം എന്തെങ്കിലും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ധൈര്യമാണ് അവർക്കത് തുറക്കാൻ. ബാക്കിയുള്ള പേഷ്യൻസിന് ഇതുപോലത്തെ വലിയ സർജറിയൊക്കെ വീണ്ടും ചെയ്യാൻ അവർക്ക് എന്ത് ഇതാണെന്ന് മനസ്സിലായി. നമ്മളിത് കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് വയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് ഇവരെ ഇങ്ങനെ ഫാമിലിയോട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഇതിനൊരു പ്രയോജനം ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ പോകുന്നതായിരിക്കും. മെഡിക്കൽ ബോർഡിലൊന്നും നിങ്ങൾക്ക്, പിന്നെ അതുമല്ല പുള്ളിക്ക് എന്തോ ഡൽഹിയിൽ അഡ്വക്കേറ്റ്സ് ആണ്, നിങ്ങൾ ഇങ്ങനെ നേരത്തെ മരിച്ച ആളോടും ആ പുള്ളി അങ്ങനെ തന്നെയാണ് പറഞ്ഞ് ചിലപ്പോൾ പേടിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മുന്നിട്ട് പോയിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് പോയപ്പോഴും ഇത് തന്നെയായിരുന്നു, മെഡിക്കൽ ബോർഡ് സപ്പോർട്ട്. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്ത് വന്നാലും മെഡിക്കൽ ബോർഡിൽ നിന്ന് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരില്ല. അതിൻ്റെ ധൈര്യത്തിലായിരിക്കാം പുള്ളി പറഞ്ഞത്, നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് അങ്ങനെ അനുകൂലമായിട്ട് വരില്ല, നിങ്ങൾ വെറുതെ പോയി കുറച്ച് കേസൊക്കെ നടത്തി നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മീഡിയ അറ്റൻഷനൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. ആ ഒരു ടൈം ഉള്ളതായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ പോലും അവർ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ്.